പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയ അവർക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ സാധിച്ചു എന്ന് വരികയില്ല. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന നീതി, നമ്മൾ നീതിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, അത് ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. ആ സമയത്ത് നിരാശപ്പെടാതെ, കോപിക്കാതെ, ഒറ്റപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുവാൻ സാധിച്ചാൽ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ, എനിക്ക് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കളാണല്ലോ, ഒരു ജീവിത പങ്കാളിയെ എനിക്ക് സമ്മാനിച്ച അമ്മയും അപ്പനുമാണല്ലോ, അവരുടെ കുറവുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, വാർദ്ധക്യ സഹജമായ ക്ഷീണമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ക്ഷമ കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ, കരുണ കാണിക്കാൻ സാധിച്ചാൽ, സ്നേഹം കൊടുക്കാൻ സാധിച്ചാൽ, അവരെ പ്രതി ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചാൽ, നിങ്ങൾ ചേരുന്നതൊരു വലിയ ഇൻഷുറൻസ് സ്കീം. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകാത്തത്, ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തതും 2-ാം സ്ഥാനം ജീവിത പങ്കാളിക്ക് കൊടുക്കാതെ ചിലപ്പോൾ മക്കൾക്ക് കൊടുക്കും, ചിലപ്പോൾ അമ്മയ്ക്ക് കൊടുക്കും, ചിലപ്പോൾ അപ്പന് കൊടുക്കും, ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കും, ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് കൊടുക്കും, സൗഹൃദങ്ങൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ക്രമരഹിതമായ നമ്മളുടെ ആ മുൻതൂക്കം കൊടുക്കുന്ന രീതി നമ്മുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതി നശിപ്പിച്ച് കളയും. സ്ലീബ മീഡിയ മലയാളം ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മീനടം സെയിന്റ് തോമസ് സൺഡേ സ്കൂൾ ദിനാഘോഷണ ദിനത്തിൽ റിട്ടയർഡ് പ്രിൻസിപ്പലും പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ആൻസി ജോസഫ് നൽകിയ സന്ദേശം ദയവായി തുടർന്ന് ശ്രവിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി സ്വപ്നം കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നല്ലവരായ മാതാപിതാക്കളെ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നവും പ്രതീക്ഷയും ഈ ഇടവകയുടെ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ തന്നെ, ഈ ലോകത്തിൻ്റെ തന്നെ പ്രതീക്ഷയായി വളരേണ്ട ഞങ്ങളുടെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ഒക്കെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 3 വിശ്വാസങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അവൻ അടിയുറച്ച ഈശ്വര വിശ്വാസം, ദൈവവിശ്വാസമുള്ള വ്യക്തികൾ. 2, സഹജീവികളെ വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തി. 3, സ്വയം വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തി. പലർക്കും സ്വയം ആത്മവിശ്വാസമില്ലാതെ, സ്വയം വിശ്വസിക്കാൻ സാധിക്കാതെ, സ്വന്തം കഴിവുകളെ, സ്വന്തം വീട്, നമ്മളെക്കുറിച്ച് ഡിസ്കൗണ്ട് ചെയ്യാന്നാണ് സൈക്കോളജിയിൽ പറയുന്ന വാക്ക്. സ്വയം വിലയിടിച്ച് കാണുന്ന വ്യക്തികൾക്ക് സമൂഹത്തിൽ, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. ഇനി ചിലർക്ക് അവനവൻ്റെ കഴിവിൽ വലിയ വിശ്വാസമാണ്, അവനവൻ്റെ പ്രാപ്തിയിലും കഴിവിലും സ്കില്ലിലും ഒക്കെ അഭിമാനിച്ച് നടക്കും, പക്ഷേ സഹജീവികളെ വിശ്വസിക്കുകയോ സഹായിക്കുകയോ ചെയ്യുകയില്ല. ഇനി 3ാമത് വേറൊരു കൂട്ടരുണ്ട്, സഹജീവികളെയും വിശ്വസിക്കും, സ്വയവും വിശ്വസിക്കും, ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ട്. അവരിങ്ങനെ നമ്മൾ പിള്ളേരിങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന പോലെ മുകളിലേക്ക് നിന്നിട്ട് ചീറ്റിയിട്ട് താഴോട്ട് പോരും, ഷൂന്ന് മുകളിലേക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോരും. സ്ഥിരമായി ഒരു പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്തി ഗോൾസ് വൺ ആഫ്റ്റർ അനദർ, ഒരു കാര്യത്തിൽ നിന്നും അടുത്ത കാര്യത്തിലേക്ക് വിജയപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, പുറകോട്ട് തിരിഞ്ഞു പോകാത്ത മുന്നോട്ടുള്ള ഒരു പ്രയാണം, നന്മയിൽ നിന്ന് നന്മയിലേക്ക്, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, കൂടുതൽ സമാധാനത്തോടുകൂടി പോകുന്ന ആളുകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു പോകുന്ന വ്യക്തികളാണ്. കോളേജ് വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികളായിക്കൊള്ളട്ടെ, ഈശ്വര സന്നിധിയിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഏതാനും നിമിഷങ്ങളെങ്കിലും ചെലവഴിക്കുന്ന വ്യക്തികൾ ചാർജുള്ള വ്യക്തികളാണ്, ഉന്മേഷമുള്ള വ്യക്തികളാണ്. അവർക്ക് ഒരു പരാജയം വന്നാൽ ഉടനെ പരിഹാസ്യരായി എന്ന് തോന്നാറില്ല, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നാറില്ല. വ്യക്തികളാണ് തങ്ങളുടെ പരാജയത്തിന് കാരണക്കാരെന്ന് പറഞ്ഞവർ ഗർജിക്കാറില്ല. അവരുടെ ഓരോ അനുഭവങ്ങളെയും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്, പഠന അനുഭവമാക്കി മാറ്റിക്കൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഈ പരാജയവും ഏത് കാര്യവുമായിക്കൊള്ളട്ടെ സകലതും നന്മയ്ക്കായി ക്രമീകരിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് അവർ മാറുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ശരിക്കും എൻ്റെ ഒരു കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നതാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന കുട്ടികൾ, അമ്മമാർ, അപ്പന്മാർ, ആദ്യകാലത്ത് അവർക്ക് ചിലപ്പോൾ പരാജയം വരും.
അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നെന്ന് വരികയില്ല, വിജയങ്ങൾ കിട്ടിയെന്ന് വരികയില്ല, കുട്ടികൾ വിചാരിച്ചതുപോലെ ഫുൾ A+ മേടിച്ചെന്ന് വരികയില്ല. പല കാര്യങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരാത്തപ്പോൾ നമ്മളങ്ങ് നിരാശപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ അതല്ല വാസ്തവം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രയോറിറ്റി ലിസ്റ്റിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. 1-ാം സ്ഥാനം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്ട്രോങ് പില്ലർ, ഒരു അടിയുറച്ച ഒരു തൂണിൽ ചാരി നിൽക്കുന്ന വ്യക്തികളുടെ ശക്തിയുണ്ട്. രണ്ടാമത്, ജീവിത പങ്കാളിക്ക്, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടാണ് ഞാൻ പറയുന്നത്, ജീവിത പങ്കാളിക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വമുണ്ട്. അവരുടെ ഭാര്യ, അവരുടെ ഭർത്താവ് വളരെ സമാധാനമുള്ളൊരു വ്യക്തിയാണ്, സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉള്ള വ്യക്തിയാണ്. അവർക്ക് ജനിക്കുന്ന മക്കൾ, ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, അപ്പൻ അമ്മയ്ക്കും ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ജീവിത പങ്കാളിയെ കണക്കാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാൾ, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, മാതാപിതാക്കൾക്കൊക്കെ നൽകുന്നതിനേക്കാൾ സ്ത്രീ പുത്രി നീ നിന്റെ പിതൃഭവനത്തെ മറന്നു കളയുക എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പുരുഷൻ നിന്റെ ശിരസ്സായിരിക്കട്ടെ, അതേ രീതിയിൽ സ്വീകരിച്ച് ജീവിത പങ്കാളിയോടൊപ്പമായിരിക്കുന്ന അമ്മയും, പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് കർത്താവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വളരെ പ്രാധാന്യവും ബഹുമാനവും കൊടുക്കുന്ന ഭർത്താവും, അവരുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും സമാധാനമുള്ള കുട്ടികളാണ്, അവർ സന്തോഷമുള്ളൊരു കുടുംബമാണ്, സുസ്ഥിരതയുള്ളൊരു കുടുംബമാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകാത്തത് ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തതും 2-ാം സ്ഥാനം ജീവിത പങ്കാളിക്ക് കൊടുക്കാതെ ചിലപ്പോൾ മക്കൾക്ക് കൊടുക്കും, ചിലപ്പോൾ അമ്മയ്ക്ക് കൊടുക്കും, ചിലപ്പോൾ അപ്പന് കൊടുക്കും, ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കും, ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് കൊടുക്കും, സൗഹൃദങ്ങൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ക്രമരഹിതമായ നമ്മളുടെ ആ മുൻതൂക്കം കൊടുക്കുന്ന രീതി നമ്മുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതി നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നതും ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയും നിരാശപ്പെടേണ്ടി വരികയില്ല. താൽക്കാലിക പരാജയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റും. കുറച്ച് ജീവിതയാത്രയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ MBBSന് അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങൾ, ഇവിടെ +2 ഒക്കെ കഴിഞ്ഞ പിള്ളേർ ഇപ്പോൾ നീറ്റ് എക്സാം ഒക്കെ എഴുതിയതും ക്യാൻസൽ ചെയ്തതും വീണ്ടും എഴുതാൻ പോകുന്നതും ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കിട്ടാതെ പോകുന്നതും ഒക്കെ ഉണ്ടാകും. ജീവിതത്തിൽ പലതും കിട്ടാതെ വന്നു കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നന്മയ്ക്കായി അത് ക്രമീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. ചില യുവാക്കന്മാർ വിവാഹാലോചനകൾ മാറിപ്പോകുമ്പോൾ അവർ സങ്കടപ്പെടും. പക്ഷേ ദൈവം അതിലും നല്ലത് നമുക്കായി ഒരുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ചില പരിക്കുകൾ, ചില ആക്സിഡൻറ്റുകൾ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇതിനകത്ത് എന്ത് നന്മയാണ് ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അതിലും നന്മയുണ്ട് എന്ന് പിൽക്കാലത്ത് ദൈവത്തെ അറിയുവാനായിട്ട്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനായിട്ട്, മാതാപിതാക്കളുടെ വില മനസ്സിലാക്കുവാനായിട്ട് ഒക്കെ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, 1-ാമത്തെ കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. നമ്മുടെ ആത്മീയ ഭവനമായ ഈ ദേവാലയത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വിശുദ്ധമായി ആചരിക്കുവാൻ നമ്മൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടുകയാണ്. ഇവിടെ വരാതിരിക്കുവാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ എന്ന് ആലോചിക്കുന്ന പലരുമുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ദൈവത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, മക്കളെയും കൂട്ടി ഈ ദേവാലയത്തിലേക്ക് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരാനായിട്ട് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഏതൊക്കെ വീട്ടിൽ നിന്ന് ആരൊക്കെ പുറപ്പെടുന്നുണ്ടോ അവർ അടിവെച്ചുയരാൻ ഇടവരും. നേരെ മറിച്ച് ഇന്ന് നമുക്കൊരു യാത്രയുണ്ട്, എനിക്കിന്നൊരു ചെറിയ തലവേദനയാണ്, ഇന്ന് മഴയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ആഴ്ചയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ വേണ്ടാന്ന് വെച്ചാൽ ആ ആഴ്ച ചാർജ് ഇല്ലാത്ത വ്യക്തികളാണ് നമ്മൾ. ഉള്ളിൽ നിന്നുള്ള ഒരു പ്രസാദപരത്തിൻ്റെ, പ്രസന്നതയുടെ, ഊർജ്ജസ്വലതയുടെ ആ ഒരു ശക്തിയില്ലാതെ, ദൈവത്തിൻ്റെ ഒരു ശക്തി സ്വീകരിക്കാൻ സാധിക്കാതെ നമ്മൾ മങ്ങിക്കത്തുന്ന ബൾബ്, ചില ബൾബൊക്കെ ഇങ്ങനെ മങ്ങിക്കത്തും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമുക്കൊരു ബൾബിനോട് ഉപമിക്കാം. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരെ നമുക്ക് നല്ലൊരു ടോർച്ചിനോട് ഉപമിക്കാം.
ഒരു ടോർച്ചും ബൾബും ഉണ്ടെങ്കിലും ബൾബ് എത്ര നമ്മൾ സ്വിച്ച് എത്ര ഞെക്കിയാലും ബൾബ് തെളിയുകയില്ല. ആ ടോർച്ചിലെ ബൾബ് പ്രകാശം പരത്തണമെങ്കിൽ അതിനകത്തൊരു സാധനം കൂടെ വേണം. എന്നാ സാധനം വേണ്ടേ? ബാറ്ററി ഇട്ട് കൊടുക്കണം അല്ലേ? ബാറ്ററി. ആ ബാറ്ററിയാണ് ഈ വശത്തിരിക്കുന്ന അമ്മമാര്. ബാറ്ററി തന്നെ ഇരുന്നാൽ പ്രകാശം പരക്കുവോ? ബാറ്ററി കുറേ വില കൂടിയതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, പ്രകാശം പരക്കുവോ? ബൾബ് തന്നെ ഇരുന്നാൽ അത് കത്തി പ്രകാശം പരക്കുവോ? ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ പിതാവിൻ്റെ സംരക്ഷണ കവചമാകുന്ന ടോർച്ചിനുള്ളിൽ ബാറ്ററി പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്നും കണക്റ്റഡായി വരുന്ന ബൾബ് പ്രകാശം പരത്താൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുടെ നറുവട്ടം, ഒരു നല്ലൊരു പ്രകാശമുണ്ടെങ്കിൽ പിതാവും മാതാവും ഒരുമിച്ച് സമന്വയിച്ച് ആ വീട്ടിൽ ആ ബാറ്ററി, ആ ടോർച്ച് നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ചിലപ്പോൾ ബാറ്ററിക്ക് ചാർജ് കാണും, പക്ഷേ ടോർച്ച് ലൂസായിട്ടിങ്ങനെ ടൈറ്റ് ആകാതെയൊക്കെ കിടക്കുന്നതായിരിക്കും. ചിലപ്പോൾ ടോർച്ചും കണക്ഷൻ ശരിയല്ലെങ്കിലും ബൾബ് കത്തുകയില്ല. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വെച്ചാലും ബൾബ് തെളിയുകയില്ല. അപ്പോൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രസന്നതയുള്ള, പ്രസാദപരമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും പ്രകടമാക്കുന്ന വ്യക്തികളായി മാറും. സ്നേഹം, സമാധാനം, ക്ഷമ, കരുണ, ദൈവഭയം, ദൈവഭക്തിയൊക്കെയുള്ള മിടുക്കന്മാരും മിടുക്കികളുമായി മാറും. നമ്മൾ ഒത്തിരിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹ ബഹുമാനങ്ങൾ, അവർക്ക് നമ്മൾ നൽകുന്ന പ്രാധാന്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബൾബ്, അവരുടെ മനസ്സിലെ പ്രകാശം കൂട്ടുന്ന കാര്യമാണ്. കുട്ടികൾ കണ്ടുപഠിക്കുന്ന തുറന്ന പുസ്തകങ്ങളാണ് ഓരോ മാതാവും പിതാവും. അവർ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ അവർ വേർഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകളെക്കാൾ വാചാലമാണ്. തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, ചിലപ്പോഴൊക്കെ എനിക്കറിയാം, ഞാൻ കൗൺസിലിംഗ് ഫീൽഡിലൂടെയുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം, ഒത്തിരി ചെറുപ്പക്കാരികളായ അമ്മമാർ അവരുടെ സങ്കടം വന്ന് പറയാറുണ്ട്. എത്രയൊക്കെ നല്ലതായി ചെയ്താലും അവർ പറയുന്ന പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലും കുറ്റം പറയുന്നു അമ്മ, അപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ചില മക്കൾ വന്ന് പറയാറുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വിദേശത്ത് പോയിട്ടാണ് ഈ വീടൊക്കെ നല്ലതാക്കിയത്, ഇത്രയും സ്ഥലം മേടിച്ചത്, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അപ്പൻ അതെല്ലാം ഇളയ മകന് കൊടുത്തു, മൂത്ത മകന് കൊടുത്തു, എന്നോട് ആലോചന പോലും ചെയ്തില്ല. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് മുഴുവൻ, എനിക്ക് 3 പെൺമക്കളുണ്ടായിട്ടും കെട്ടിച്ചു വിട്ട് നല്ല സൗഭാഗ്യത്തോടുകൂടി കഴിയുന്ന മകൾക്ക് അത് മുഴുവൻ എന്നോടൊന്ന് ആലോചിക്കാതെ കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ളത് ഞാൻ ദിവസവും കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയ അവർക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ സാധിച്ചു എന്ന് വരികയില്ല. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന നീതി, നമ്മൾ നീതിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, അത് ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. ആ സമയത്ത് നിരാശപ്പെടാതെ, കോപിക്കാതെ, ഒറ്റപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുവാൻ സാധിച്ചാൽ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ, എനിക്ക് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കളാണല്ലോ, ഒരു ജീവിത പങ്കാളിയെ എനിക്ക് സമ്മാനിച്ച അമ്മയും അപ്പനുമാണല്ലോ, അവരുടെ കുറവുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, വാർദ്ധക്യ സഹജമായ ക്ഷീണമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ക്ഷമ കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ, കരുണ കാണിക്കാൻ സാധിച്ചാൽ, സ്നേഹം കൊടുക്കാൻ സാധിച്ചാൽ, അവരെ പ്രതി ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചാൽ, നിങ്ങൾ ചേരുന്നതൊരു വലിയ ഇൻഷുറൻസ് സ്കീമിലാണ്. നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ നമ്മളെ തേടി വരും, നമുക്ക് ആശ്വാസം നൽകും, നമ്മളെ സ്വാന്തനിപ്പിക്കും. അകലങ്ങളാണെങ്കിൽ പോലും അവരുടെ ചില വാക്കുകൾ നമ്മളെ ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും. നേരെ മറിച്ച് നമ്മുടെ വാക്കുകളെക്കാൾ വാചാലമായ പ്രവൃത്തികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റായ മാതൃക കൊടുക്കുന്നെങ്കിൽ എത്ര മതബോധന ക്ലാസ്സുകളിലൊക്കെ വിട്ടാലും നമുക്ക് അവരെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഞണ്ടിനെ പോലെ നമ്മൾ പുറകോട്ട് നടന്നുകൊണ്ട് സ്നേഹിക്കണം മക്കളെ, സഹായിക്കണം മക്കളെ, പ്രാർത്ഥിക്കണം മക്കളെ എന്ന് പറഞ്ഞിട്ട് സന്ധ്യപ്രാർത്ഥനയ്ക്ക് നമ്മൾ താല്പര്യമെടുക്കുന്നില്ല എങ്കിൽ, ദേവാലയത്തിൽ കുർബാനയിൽ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കെടുക്കാൻ താല്പര്യമെടുക്കുന്നില്ല എങ്കിൽ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പള്ളിയിൽ വന്ന് ഭക്തിയോടുകൂടിയിരിക്കും? നല്ല സന്തോഷത്തോടെ സ്മാർട്ടായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുർമുഖത്തോടെയാണ് അവരോട് ഇടപെടുന്നതെങ്കിൽ
അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് നമ്മൾ ദുർമുഖത്തോടെയാണ് ഇടപെടുന്നതെങ്കിൽ, ജീവിത പങ്കാളിയുടെ മുഖത്തേക്കൊന്ന് നോക്കാറ് പോലുമില്ല, ഒന്ന് ചിരിക്കാറ് പോലുമില്ല എങ്കിൽ എങ്ങനെ നമ്മുടെ ആൺകുട്ടികൾ അവരുടെ ഭാവി ജീവിത പങ്കാളികളെ സ്നേഹിക്കാൻ പഠിക്കും? വിനയത്തോടുകൂടി ജീവിത പങ്കാളിയോട് സ്നേഹത്തോടുകൂടി മാതാപിതാക്കളോടൊക്കെ പെരുമാറുന്നില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ സ്നേഹിക്കാൻ പഠിക്കും? ഈ അടുത്ത കാലത്ത് നടന്ന ഒരു മനഃശാസ്ത്ര പഠനം, ഒരു റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു പഠനത്തിൽ അമ്മമാരുടെ സ്വാധീനത്തെക്കുറിച്ച് വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടികളെ 3 തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 3 തരത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും. റഷ്യൻ പഠനമാണ്. അതിനകത്ത് ഒന്നാമത്തെ ആ ബന്ധത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അകൽച്ചയുള്ള ഒരു വ്യക്തിത്വം. അതായത് ഒന്നാമത്തത് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിത്വം കുട്ടികളിൽ രൂപപ്പെടുന്നത് എപ്പോൾ? അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ മുതൽ, ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ, അമ്മമാർക്കും അപ്പന്മാർക്കും ബാധകമാണ്, പക്ഷെ ഇത് അമ്മമാരെക്കുറിച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയാം. ആ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്നു എന്നറിയുന്ന നിമിഷം മുതൽ സന്തോഷത്തോടെ നന്ദിയോടുകൂടി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഭാഗഭാക്കാകുവാൻ എളിയ എന്നെ ദൈവം ഉപയോഗിച്ചല്ലോ, ശക്തനായവൻ എന്നിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും ജനിച്ചു കഴിഞ്ഞും ഓരോ നിമിഷവും ആ കുഞ്ഞിക്കണ്ണിലേക്ക് നോക്കി ഈശോ തന്ന സമ്മാനമാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞും ഉറക്കെ പറഞ്ഞും വളർത്തുന്ന കുഞ്ഞുങ്ങൾ, ആവശ്യത്തിൽ ഇഷ്ടം പോലെ സ്നേഹവും കരുതലും വാത്സല്യത്തിലും വളരുന്ന കുഞ്ഞുങ്ങൾ എക്സ്ട്രോവേർട്സ് ആയിരിക്കും. മറ്റാളുകൾക്ക് സ്നേഹം കൊടുക്കുന്നവരും മറ്റുള്ളവരോട് സംസാരിക്കുന്നവരും ജനങ്ങളുമായി ഇടപെടുന്ന തൊഴിലുകളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവരുമായിരിക്കും. ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സന്യാസ ശുശ്രൂഷയിലേക്കും വൈദികരായിട്ടും സാമൂഹ്യ പ്രവർത്തകരായിട്ടും ഒക്കെ മാറുന്ന കുട്ടികൾ ഇതുപോലെ വാത്സല്യവും സ്നേഹവും കൂടുതലും അമ്മയിൽ നിന്നും മറ്റ് മാതൃപിതൃ തുല്യരായ വീട്ടിലുള്ള അംഗങ്ങളിൽ നിന്നും വാത്സല്യവും സ്നേഹവും കരുതലും ലഭിച്ച കുട്ടികൾ മറ്റുള്ളവരുമായി ഇടപെടുന്നതിന് പേടിയില്ലാത്തവരും അങ്ങനെയുള്ള തൊഴിലുകൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ജനങ്ങളുമായി സേവന രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും ആത്മീയ ശുശ്രൂഷകളിൽ താല്പര്യമുള്ളവരും ആകുന്നു എന്നാണ് ഒരു പഠനം. രണ്ടാമത് പറയുന്നത് അകൽച്ചയുള്ള വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നു. എപ്പോഴാണ് അകൽച്ച? ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക, അവർക്ക് വേണ്ടത്ര കരുതലും ശ്രദ്ധയും കിട്ടാത്ത കുട്ടികൾ, മിനിമം കെയർ കിട്ടിയ കുട്ടികൾ. നമുക്കൊരു കുട്ടി വളരണമെങ്കിൽ പാല് കൊടുക്കണം, ഡ്രസ്സൊക്കെ മാറ്റണം, കുളിപ്പിക്കണം, അത്യാവശ്യ കാര്യങ്ങൾ, അവശ്യ സർവീസ് മാത്രം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളെങ്കിൽ മിനിമം ഔട്ട്പുട്ടാണ് ആ കുട്ടികളിൽ നിന്നുണ്ടാകുക. അവർ മിനിമമേ സംസാരിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. കുറച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും അങ്ങനെ കമ്പ്യൂട്ടർ പോലെയുള്ള ജോലികളിൽ എന്തെങ്കിലും ടെക്നിക്കൽ വർക്കിലൊക്കെ അധികം ആളുകളുമായി ഇടപെടാൻ താല്പര്യമില്ലാത്ത ജോലികളിൽ മുഴുകുവാൻ ഇഷ്ടപ്പെടുകയും ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുകയും മിനിമം ഇൻട്രാക്ഷൻ നടത്തുകയും ചെയ്യുന്ന കുട്ടികൾ അമ്മയുടെ വാത്സല്യം മിനിമം കിട്ടിയ കുട്ടികളാണ്. വീട്ടിൽ നിന്നും മിനിമം വാത്സല്യം, ജീവിക്കാൻ മാത്രം വാത്സല്യം കിട്ടിയ കുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത്, ഈ പഠനം പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ പ്രതിഷേധമുള്ള കുട്ടികളാണ്, റിയാക്റ്റീവ് കുട്ടികളാണ്, റിയാക്ഷനുള്ള കുട്ടികളാണ്. അവർ വയലൻ്റ് ആകും, അവർ ദേഷ്യപ്പെടും, ആളുകളോട് വഴക്കുണ്ടാക്കും, കുരുത്തക്കേടുകൾ കാണിക്കും, കുസൃതി കാണിക്കും, നിഷേധാത്മകമായ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ കൂടെ ചെന്ന് ചാടുന്ന കുട്ടികൾ, മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മ ഈ കുട്ടിയെ വേണ്ടായിരുന്നു, ഈ കുട്ടി ഒരു ശല്യമാണ്, എൻ്റെ ജീവിതത്തിന് ഒരു ഭാരമാണ് എന്ന് കരുതി സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ്. കുടുംബത്തിലുള്ള ആളുകളും അമ്മ മാത്രമല്ല, വീട്ടിലുള്ള മറ്റാളുകളും ഈ കുട്ടി വേണ്ടായിരുന്നു, ഒരു ശല്യമാണെന്ന് കരുതുകയാണ് എങ്കിൽ ആ കുട്ടി സമൂഹത്തിൽ ഒരു ശല്യമായി, ആൻറ്റി സോഷ്യലായി മാറാൻ സാധ്യതയുണ്ട്.
ഇങ്ങനെയൊരു പഠനം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു സ്റ്റഡിയാണ്. അപ്പോൾ എനിക്ക് അത് ശരിയാണെന്ന് അത് കണ്ടപ്പോൾ എനിക്കൊരു പേടി തോന്നി. എന്നെ കാണാൻ ഈ അടുത്ത നാളിൽ ഒരു അമ്മ വന്നിരുന്നു, 2 കുട്ടികളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ അമ്മയുടെ മുഖത്തൊരു സങ്കടഭാവമുണ്ട്. അപ്പോൾ എന്താണ് ഇത്ര ദുഃഖമെന്ന് ഞാൻ ചോദിച്ചപ്പം ഈ അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നേഴ്സാണ്, പുറത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കാപ്പുറത്താണ് രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ വിസയൊക്കെ കിട്ടിയെങ്കിലും പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് ഒരു തടസ്സമായിട്ട്, ഞാൻ ജോലിക്ക് പോയാൽ ഞങ്ങളുടെ കടമൊക്കെ ഒരു വീടൊക്കെ മേടിക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ കുട്ടി ജനിച്ചത്. അപ്പോൾ ആ കുട്ടിയെ മനസ്സുകൊണ്ട് സ്വീകരിക്കുവാൻ, ബുദ്ധിയിലും മനസ്സുകൊണ്ടൊന്നും ആത്മാവിൽ ആ കുട്ടിയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി പറഞ്ഞു, അമ്മയോട് ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കുന്നവർക്കാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്, ദൈവം വിശ്വസിക്കുന്നവർക്കാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ ലോകത്തിലുണ്ട്. നിനക്ക് ദൈവം സമ്മാനമായി ദാനമായി നൽകിയ കുട്ടിയെ സന്തോഷത്തോടെ നീ സ്വീകരിച്ചില്ല എങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ചില ഡിഫക്റ്റുകൾ ഉണ്ടാകും, നിനക്ക് തന്നെ ഭാവിയിൽ ദുഃഖത്തിന് കാരണമാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ഈ പഠനം വായിച്ചത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ കുട്ടിയുടെ ജീവിതത്തിൽ എത്ര സഹനവും ദുഃഖവും ഉണ്ടാകും, ആ കുട്ടി എങ്ങനെ റിയാക്റ്റീവായി വലുതാവുമ്പോൾ പെരുമാറുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തു പോയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ നിമിഷങ്ങളിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയട്ടെ, പിതാവിൻ്റെയും മാതാവിൻ്റെയും മനസ്സിലാണ് ആദ്യം കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത്, പ്രാർത്ഥനയിലാണ് ജനിക്കേണ്ടത്. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ജനിച്ചതെങ്കിൽ, കാലത്തിനും സമയത്തിനും അതീതനായ, ദൂരത്തിനും കാലത്തിനും സമയത്തിനുമൊക്കെ അതീതനായ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ബോധപൂർവം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് സ്നേഹത്തോടുകൂടി നിൻ്റെ സന്നിധിയിൽ നിന്ന്, നിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, ഞങ്ങളുടെ മനോഭാവം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആന്തരിക മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, അറിവില്ലാതെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ക്ഷമിക്കണമേ. നല്ല ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക്, ആന്തരിക സൗഖ്യത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിന് നമ്മുടെ മക്കളെ സുഖപ്പെടുത്തുവാൻ, നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി. ഒരു വാക്ക് അരുൾ ചെയ്താൽ നീ സുഖം പ്രാപിക്കും, നമ്മൾ സുഖം പ്രാപിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ സുഖം പ്രാപിക്കും. ഈ നിമിഷങ്ങൾ പ്രാർത്ഥനയുടേതുകൂടി ആകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നുണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് പൂനിലാവ് പോലെ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖ നിമിഷങ്ങൾ അവർ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സന്തോഷങ്ങൾ ഓടി വന്ന് ആദ്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, അവർ നമ്മുടെ അടുത്ത് ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആശ്വാസം തേടി നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ, വീട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ്. നേരെ മറിച്ച് അവർ നമ്മളോടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ അടുത്ത് നിന്നും കൂടുതൽ സമയവും മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, മുറിയടച്ച് വാതിലടച്ച് മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിൻ്റെ സങ്കട നിമിഷങ്ങളൊക്കെ സ്വയം കൂട്ടുകാരോട് പറഞ്ഞ് ആശ്വസിക്കുന്നവരാണെങ്കിൽ, ഇനി വലിയൊരു ദുഃഖം വന്നാൽ ഉടനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് നമ്മൾ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ നല്ല അപ്പന്മാരും അമ്മമാരും ആണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ മുഖം വാടിയാൽ തിരിച്ചറിയണം, കണ്ണുകൾ നിറഞ്ഞാൽ തിരിച്ചറിയണം, അവൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ തിരിച്ചറിയണം. പതിവിൽ കവിഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റ്, വലിയ ഇങ്ങനെ ഒരു വേവലാതി കാണിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഉത്സാഹം കാണിക്കുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. മുറിയടച്ച് കുറ്റിയിട്ട് ഒത്തിരി സമയം ഇരിക്കുന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ചോദിക്കുന്നതിന് ശേഷം പറയുന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. സംതിങ് ഈസ് റോങ്, എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണം. ക്ഷമയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സ്നേഹ സാന്നിധ്യമായി എന്ത് സംഭവിച്ചാലും, പരാജയപ്പെട്ട നിമിഷങ്ങളാണെങ്കിലും, പരിഹസിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, ദുരുപയോഗിക്കപ്പെട്ട അവസരങ്ങളാണെങ്കിലും, പരീക്ഷയിൽ കോപ്പി അടിച്ചതാണെങ്കിലും, ഇനി മദ്യവും മയക്കുമരുന്നോ പരീക്ഷിച്ച് നോക്കിയതാണെങ്കിലും, ഏതെങ്കിലും അനാശാസ്യ കൂട്ടുകെട്ടിൽപ്പെട്ട മോഷണ കൃത്യങ്ങളിലോ അനുദാത്ത തെറ്റുകളിലോ വീണു പോയതാണെങ്കിലും, കുഞ്ഞെ, എന്തും പറയാനുള്ള ഒരു സ്ഥലമാണ് നിൻ്റെ അപ്പനും അമ്മയും. ഇടയ്ക്ക് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറയുന്നതിന് പോലും കുഴപ്പമില്ല. മോനെ, മോളെ,
കുഞ്ഞുങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആരാണ്? അപ്പനും അമ്മയാണോ? നിങ്ങളേറ്റവും സ്നേഹിക്കുന്ന ആരെയാണ്? നിങ്ങളേറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനെ, ബസ്സിൽ കയറുന്ന കാണുന്ന കൂട്ടുകാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിനെയൊക്കെ ആയിരിക്കും. നിങ്ങളുടെ എൻ്റെ അപ്പനെയും അമ്മയെ ഏറ്റവും സ്നേഹിക്കുന്നതെന്ന് ഉറച്ചു പറയുന്ന കുട്ടികളെന്ന് കൈവയ്ക്കേ. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയും അമ്മയാണെന്നുള്ള കുട്ടികൾ. എല്ലാ കുട്ടികളോടും ഞാൻ ചോദിക്കുന്നത് എൻ്റെ അപ്പനെയും അമ്മയും. നോക്കൂ, ഇതാണ് ഫാക്റ്റ്. ഇനി കൈതാത്തിയിട്ടെ. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ അപ്പനും അമ്മയും ആണ് ഈ ലോകത്തിൽ എന്ന് ഉറച്ച ബോധ്യമുള്ള കുട്ടികളെന്ന് കൈവക്കിക്കേ. ഈ ലോകത്തിൽ എന്ത് വന്നാലും എന്നെ ഉപേക്ഷിക്കുകയില്ലാത്ത, എൻ്റെ കാലൊടിഞ്ഞാലും എന്നെ നോക്കും, എൻ്റെ കൈ ഒടിഞ്ഞാലും എന്നെ നോക്കും, എനിക്ക് എന്ത് രോഗം വന്നാലും, അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിലെല്ലാം തോറ്റുപോയാലും, എനിക്ക് എന്ത് രോഗമാണ്, കൊച്ചു പിള്ളേർക്ക് എയ്ഡ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും രോഗം വന്നു പോയാലും, എന്ത് സംഭവിച്ചാലും, ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടാലും, ജീവിതകാലം മുഴുവൻ ഞാൻ കട്ടിലിൽ തളർന്നു കിടന്നാലും, എന്നെ സ്നേഹിക്കാൻ എൻ്റെ കൂട്ടുകാരൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കൈവക്കിക്ക്. എൻ്റെ കൂട്ടുകാരൻ ഞാൻ രോഗിയായി കിടന്നാൽ എന്നെ നോക്കും എല്ലാ കാലവും, ആർക്കും ഉറപ്പില്ല. എൻ്റെ ചേട്ടായി എന്നെ എന്നും നോക്കും, അല്ലെ എൻ്റെ ചേച്ചി എന്നെ എന്നും നോക്കും, എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുള്ളവർ നോക്കി ഒരു വച്ച്. ഇനി എൻ്റെ അയൽവക്കംകാരെന്നെ നോക്കുമെന്ന് ഉറപ്പുള്ളൊരു കൈവക്കിക്കേ. ഇനി എന്നെ പഠിപ്പിച്ച LKG പഠിപ്പിച്ച ടീച്ചറും UKG പഠിപ്പിച്ച ടീച്ചറും 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലും ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വന്ന് എനിക്ക് മരുന്ന് തരികയും എന്നെ നോക്കുകയും എൻ്റെ ക്ഷേമം അന്വേഷിക്കുന്ന ഉറപ്പുള്ളൊരു കൈവക്കിക്കേ. ഈ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന ആരും വരുമെന്ന് ഉറപ്പൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് കാണാൻ വരും, വല്ലപ്പോഴും വരും, ചിലപ്പോൾ ഫോൺ വിളിക്കും. നിങ്ങൾക്ക് എൻ്റെ മക്കളെ എന്ത് സംഭവിച്ചാലും, നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയാലും, എക്സാമിനേഷന് കോപ്പി അടിച്ച് നിങ്ങളെ പിടിച്ചാലും, നിങ്ങൾ ഒരു കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ ഒളിച്ചോടിപ്പോയാലും തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന, എപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, ഏത് അർദ്ധരാത്രിയിലും നിങ്ങൾ നിലവിളിച്ചാൽ ഓടി വരുന്ന 2 മനുഷ്യരുണ്ട്. അതാരാണ്? ഏത് അർദ്ധരാത്രിയിലും കൊച്ചു നിലവിളിച്ചാൽ ഓടി വരുന്ന 2 മനുഷ്യരേ ഉള്ളൂ. അതാരാണ് മക്കളെ? അപ്പനും അമ്മയുമാണ്. ആ ഉറപ്പുള്ള പിള്ളേരൊന്ന് കൈപൊക്കിക്കേ. എൻ്റെ പപ്പായും മമ്മിയും എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ ഉപേക്ഷിക്കുകയെന്നുള്ള പിള്ളേർ. ഇത്രയും പേർക്കെങ്കിലും ബോധ്യമുള്ള സന്തോഷം കേട്ടോ. ഇതാണ് സത്യം. ഇതാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ കാണുന്നൊരു ടീച്ചറാണ്. ഒത്തിരി കുട്ടികൾ ഇങ്ങനെ ഒളിച്ചോടിയൊക്കെ പോയച്ചിട്ട് ഇനി എന്നാ ചെയ്യും, തിരിച്ചു വന്നാൽ അപ്പനും അമ്മയും സ്വീകരിക്കുമെന്നൊക്കെ പേടിച്ച് വിറച്ച് അവിടെ ഇവിടെയൊക്കെ വഴിയിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ആ സമയത്ത് അധോലോക സംഘങ്ങൾ വാ മോളെ നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. കൊണ്ടുപോകുന്നത് സെക്സ് റാക്കറ്റുകളുടെ പിടിയിലേക്കൊക്കെ ആയിരിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാനൊരു സിനിമയും കൂടെ പറഞ്ഞേക്കാം. എന്താണ്, സൂര്യനെല്ലി കേസിൻ്റെ ഒരു സാമ്യമുള്ളൊരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അതിനകത്ത് ഷേർലി മോൾ എന്ന് പറയുന്ന ഒരു കൊച്ച് സ്കൂളിൽ നിന്നും മാർക്ക് കുറവായിട്ട് പിതാവിൻ്റെ ഒപ്പ് മേടിക്കാനായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വന്ന് നിർത്തി കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ കൂടെ ഇറങ്ങി വന്നിട്ട് എന്താ ഷേർലി മോളെ കരയുന്നതെന്ന് ചോദിച്ചു. അന്നേരം കൊച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാർക്ക് കുറഞ്ഞു പോയി, പ്രോഗ്രസ്. അന്ന് നമുക്ക് ടീച്ചർമാരെയും പപ്പായെയും ഒരു പാഠം പഠിപ്പിക്കണം, ഒരു ദിവസം ഒളിച്ചിരുന്നാൽ മതി, എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ആ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സിനിമയുണ്ട്. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ആ കുട്ടിയെ ബസ്സിൽ കയറ്റി കഴിഞ്ഞ് കൊച്ചു കയറുകയില്ലായിരുന്നു, നിർബന്ധിച്ച് പറഞ്ഞു. ടീച്ചേഴ്സും വിഷമിക്കും കുട്ടിയെ കണ്ടില്ലെങ്കിൽ, ഹെഡ് മിസ്ട്രസ്സും ഒരു പാഠം പഠിക്കും. പപ്പായ്ക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ജ്യോതിഷ് ബ്രഹ്മിയൊക്കെ മേടിച്ചാണ് പപ്പ കൊച്ചിനെ മെഡിസിൻ അഡ്മിഷൻ കിട്ടണം അങ്ങനെ പറഞ്ഞ് ഫുൾ A+ കിട്ടണമെന്ന് പഠിപ്പിക്കുന്ന അപ്പനാണ്. അത് കിട്ടാത്തതിൻ്റെ വിഷമം അപ്പന് കൊച്ചിനെ കിട്ടിയാൽ മതിയെന്നാകും, അതുകൊണ്ട് നമുക്ക് ഒളിച്ചിരിക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെയും കൊണ്ട് ഉൾപ്രദേശത്തേക്ക് വണ്ടിയുടെ ബോർഡൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോകുന്നതും ഈ കുട്ടിയെ സെക്ഷലായിട്ട് ദുരുപയോഗിക്കുന്ന ഒരു ചിത്രം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ കുട്ടിയെ എപ്പോഴാണ്, ഇത് ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്, ബസ്സിലായിരിക്കുമെന്നുള്ളൂ, കാറയിലൊക്കെ ആയിരിക്കുമെന്നേ ഉള്ളൂ, ഈ കുട്ടിയെ എപ്പോഴാണ് ആളുകൾ തട്ടിക്കൊണ്ടുപോയത്, എപ്പോഴാണ് ചൂഷണം ചെയ്തത്? നല്ല പ്രാർത്ഥനയോടുകൂടി മാതാപിതാക്കൾ തലയിൽ കൈവച്ച് കുഞ്ഞെ നീ നന്നായി വരും, ഇന്നത്തെ ദിവസം നിനക്ക് നല്ല ദിവസമാകട്ടെ, ടീച്ചർമാർക്കും കൂട്ടുകാർക്കും കുട്ടികൾക്കും പ്രിയപ്പെട്ട കുഞ്ഞായി നീ ഇന്ന് സ്കൂളിൽ വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നല്ല സ്കൂൾ ബാഗും ഒക്കെ ഇട്ട്, കുളിച്ച് നല്ല ചെരുപ്പും ഒക്കെ ഇട്ട്, വൃത്തിയുള്ള വസ്ത്രവും ധരിച്ച്, നല്ല ആത്മവിശ്വാസത്തോടെ ശിരസ്സുയർത്തി ഉറച്ച ചുവടുവെപ്പുകളോടുകൂടി സ്കൂളിലേക്ക് ലക്ഷ്യബോധത്തോടെ പോകുന്ന ഒരു കുട്ടിയുടെ അടുത്ത് കൊണ്ട് ഒരു കാറ് നിർത്തിയിട്ട് നീ പോരുന്നോന്ന് ആരും ചോദിക്കുകയില്ല.
സങ്കടപ്പെട്ട നിറഞ്ഞ കണ്ണുകളോടുകൂടി വാടി വാടി ആടി ആടി ലക്ഷ്യബോധമില്ലാതെ എന്തൊക്കെയോ മൗന ദുഃഖങ്ങളുമായി ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടവളാണ്, ഒറ്റപ്പെട്ടവനാണ്, ദുഃഖിതനാണ്, ദുഃഖിതയാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന ശരീരഭാഷയോടുകൂടി ഇങ്ങനെ അലസമായിട്ട് നടന്നു പോകുന്ന കുട്ടികളെ ആകർഷിക്കുവാൻ അധോലോക സംഘങ്ങൾ വളരെ ആവേശത്തോടുകൂടി പാഞ്ഞെത്തും. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കളെ ചുമ്മാതെ കോഴി അഴിച്ചു വിടുന്നത് പോലെ അഴിച്ചു വിടരുത്. ആടിനെയും കോഴി അഴിച്ചു വിടുന്ന പോലെ അല്ല. കുട്ടി രാവിലെ ഉണരുമ്പോൾ മുതൽ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയം. അപ്പോൾ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പേ തന്നെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചിട്ട് അപ്പനും അമ്മയും ആ കുട്ടിക്ക് നന്മയുണ്ടാകട്ടെ, വിജയമുണ്ടാകട്ടെ, ഈ വർഷം അവൾക്ക് നല്ലതായി തീരട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൊച്ചിനെ ശക്തിപ്പെടുത്തട്ടെ, ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവളായി ഇവൾ വളരട്ടെ എന്ന് കുട്ടിയുടെ തലയിൽ കൈവച്ച് അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നല്ല പ്രകാശമുള്ള ബൾബായി നമ്മുടെ കൊച്ച് തിളങ്ങുന്ന നക്ഷത്രമായി മാറും. ഇനി ഒരാളെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രിയപ്പെട്ട കുഞ്ഞായി ജീവിക്കാൻ പ്രോഗ്രാം ചെയ്യുകയാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അർത്ഥനിദ്രാവസ്ഥയിലായിരിക്കുന്ന കുട്ടിയുടെ മനസ്സ് ആൽഫ സ്റ്റേജ് എന്ന് പറയും. സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ആക്റ്റീവ്. ആ സമയത്ത് ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുകയാണ്. ഉപബോധ മനസ്സിന് നമ്മൾ നൽകുന്ന ഏതൊരു നിർദ്ദേശത്തെയും പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കാം. പ്രോഗ്രാം അനുസരിച്ചാണ് കുട്ടിയുടെ ജീവിതത്തിലെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വരുന്നത്. അപ്പോൾ സത്ചിന്തകൾ സമ്മാനിക്കുന്ന വിശുദ്ധിയിലേക്ക് നമ്മുടെ കുട്ടിയെ വിളിച്ചുണർത്തുന്ന നിമിഷങ്ങളാണത്. മിടുക്കിയായി വളരാനുള്ള പ്രോഗ്രാം കൊടുക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അയ്യോ നേരം വെളുത്തല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പായുന്നതിന് പകരം അപ്പനെ കൂടെ വിളിച്ചുണർത്തുക. ഇത് ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ ഒരു കുരിശു വരച്ച് ആ ജീവിത പങ്കാളിയെ കൂടെ വിളിച്ചെണീപ്പിക്കുക. ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ, ഉണങ്ങുകയാണെങ്കിൽ ജീവിത പങ്കാളിയെ വിളിച്ച് എണീപ്പിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടി, നിങ്ങളുടെ മക്കൾ 1, 2, 3, 4 കൊള്ളുന്ന ഒരു വീട്ടിലും ഇല്ല ഇപ്പോൾ പിള്ളേരില്ലാത്തതിന് ദുഃഖം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഓരോ കുട്ടിയുടെ തലയിലും കൈവച്ചിട്ട് അപ്പനും അമ്മയും നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ എൻ്റെ കുഞ്ഞിനെ നിറയ്ക്കണമേ, കർത്താവിൻ്റെ അരൂപിയാൽ എൻ്റെ കുട്ടി വഴി നടത്തപ്പെടണമേ, യേശു ക്രിസ്തുവേ എൻ്റെ കുഞ്ഞിനെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു, ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവളായി ഇവൾ വളരണമേ, ഈ അക്കാഡമിക് ഇയറിൽ എൻ്റെ കൊച്ച് സ്കൂളിൽ പ്രകാശം പരത്തുന്ന കുട്ടിയാകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അല്പം ഉറക്കെ പ്രാർത്ഥിക്കുക. ഇനി ഉറക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും മീനിങ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് വാട്ട് യു സേ ബട്ട് വാട്ട് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, കുട്ടി എന്ത് ഗ്രഹിക്കുന്നു. കുട്ടിയുടെ തലയിൽ കൈവച്ച് സ്നേഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച്, അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് മോനെ മോളെ എണീക്കൂ എന്ന് പറഞ്ഞുണർത്തുമ്പോൾ നിങ്ങൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ വിലപ്പെട്ട വ്യക്തിയാണ്, അവരെന്നെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് എന്നെ സംരക്ഷണ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല കാര്യം. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കത്തക്ക രീതിയിൽ വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടിക്ക് ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പരസ്പരം നമ്മൾ അങ്ങനെ പറയുകയും കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ആ കുട്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ആ കുട്ടി ഒരു ദിവസം പോരാ, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പുസ്തകമൊക്കെ എടുത്ത് നല്ല സമയത്ത് ഇറങ്ങാൻ അവനെ സഹായിക്കുക. പങ്ക്ച്വാലിറ്റി എന്ന ഗുണം പഠിപ്പിക്കുക. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിനും, മനുഷ്യർക്ക് കൊടുക്കാനുള്ളത് മനുഷ്യർക്കും കൊടുക്കണമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പ്രാർത്ഥിച്ച ശേഷം കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുക. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, ആ കുട്ടിയോട് അസഭ്യം പറയാൻ ആരും വരികയില്ല. ആ കുട്ടിയുടെ മഹത്വത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു തേജസ്, ദൈവിക തേജസ്സിനെ നേരിടാൻ സാധിക്കാതെ അന്ധകാര ശക്തികൾ മാറിപ്പോകും. ആ കുട്ടിയുടെ ആ ദൈവിക ശക്തിയിൽ ആകർഷിക്കപ്പെട്ട് അനേകം കുഞ്ഞുങ്ങൾ, അനേകം വ്യക്തികൾ അവളോട് സൗഹൃദം സ്ഥാപിക്കും. ഇത് രാവിലെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം കാണണം. അപ്പൻ അമ്മയെ ബഹുമാനിക്കുന്നു, അമ്മ അപ്പനെയും ബഹുമാനിക്കുന്നു.
അമ്മയെ അപ്പൻ സഹായിക്കുന്നു. അപ്പന് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ പിന്തുണയോടുകൂടി സൽവാത്മന ചെയ്തു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസമുള്ള, നട്ടെല്ല് നിവർത്തി നടക്കുന്ന, കോൺഫിഡൻസ് ഉള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. നേരെ മറിച്ച് കീരിയും പാമ്പും പോലെ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്ന വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി ഇറങ്ങുന്നതെങ്കിൽ കീറി മുറിഞ്ഞ നീറുന്ന മനസ്സുമായിട്ടാണ് ആ കുട്ടി പോകുന്നത്. ഇൻസെക്യൂർ ഫീലിങ്സ്, അരക്ഷിതാവസ്ഥയുള്ള കുട്ടിയെ ആളുകൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞമറിയാം. അരക്ഷിതാവസ്ഥയുള്ള, നിരാശയുള്ള, സങ്കടമുള്ള ആ കുട്ടിയെ വേട്ടയാടുവാൻ അനേകം ആളുകൾ വരും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലാണ്, പരസ്പര വിശ്വാസത്തിലാണ്, ദൈവസന്നിധിയിൽ നമ്മുടെ കുട്ടിയെ സമർപ്പിക്കുന്നതിലാണ്. വിശുദ്ധമായ ദിവസങ്ങൾ വിശുദ്ധമായി ആചരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, നീറ്റ് എക്സാമിന് കോച്ചിങ്ങിന് പോയിക്കോ, സൺഡേയിൽ ക്ലാസ് ഉണ്ട്. നമ്മൾ പഠനത്തിന്, കോച്ചിങ്ങിന്, സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ താൽക്കാലിക വിജയങ്ങൾ ചിലപ്പോൾ നമുക്ക് ലഭിച്ചെന്നിരിക്കും. പക്ഷേ ഹൃദയമില്ലാത്ത കുഞ്ഞുങ്ങളായി, ദൈവാത്മാവിൻ്റെ ചൈതന്യമില്ലാത്ത കുഞ്ഞുങ്ങളായി, തല മാത്രം വളർന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും. പിൽക്കാലത്ത് അവർ നമുക്ക് വേദനയ്ക്കും ദുഃഖത്തിനും കുറ്റബോധത്തിനും കാരണമാകും. സമൂഹത്തിന് അവരൊരനുഗ്രഹമായി മാറുകയില്ല. ഉൽപ്പത്തി പുസ്തകം 12:2 പ്രകാരം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്വരമാക്കും, നീ ഒരനുഗ്രഹമായി തീരുമെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം അങ്ങനെയാകണം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാമം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലെങ്കിലും അവരുടെ ഹൃദയത്തെങ്കിലും അനശ്വരമാകും, മഹത്തരമാകും. അപ്പോൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒരനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ, ഒത്തിരി കുട്ടികൾ ഇത്തവണ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന് നിങ്ങൾക്കറിയാവോ? എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു? ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്തു, ഒന്നുകൂടി എഴുതണം, അതിൻ്റെ മെൻ്റൽ സ്ട്രെയിൻ താങ്ങാൻ പറ്റാതെ നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. 5-6 കുട്ടികൾ ആത്മഹത്യ ചെയ്ത് ഞാൻ വായിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, പ്രേമനൈരാശ്യം മൂലം ബ്രേക്കപ്പായി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റഡ് ആകുന്ന, ഒരു സങ്കടത്തെ നേരിടാൻ കഴിവില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നിരാശയിലേക്ക് പോവുകയും അനാശാസ്യ കൂട്ടുകെട്ടിലേക്കും ഇങ്ങനെയുള്ള മദ്യം മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളിലേക്കും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൂടി ഞാൻ പറയാം. നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാണ്. ഈ ധൈര്യം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? ഈ ധൈര്യം ഉണ്ടാകേണ്ടത് 1 അടിയുറച്ച ദൈവവിശ്വാസത്തിൽ നിന്ന്, 2 അവരെ എന്ത് വന്നാലും കൈവിടുകയില്ലാത്ത 2 പേരുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന്, അപ്പൻ്റെയും അമ്മയെയും കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിൽ നിന്ന്, 3 എന്നെ സൃഷ്ടിച്ച, ഞാൻ ആവശ്യപ്പെടാതെ അപേക്ഷ കൊടുക്കാതെ ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ച എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്, എന്നെ ചില പദ്ധതികൾക്ക് ആവശ്യമുണ്ട്, ഇതായിരിക്കില്ല എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനുള്ള വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ ഈ 3 വിശ്വാസം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട് എന്ന വിശ്വാസം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ചില നിയോഗങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ ജീവിച്ചേ മതിയാകൂ, തളർന്നു പോകാൻ പാടില്ല. ഇതല്ലായിരിക്കും എന്നെക്കുറിച്ചുള്ള നിയോഗം. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയാൻ തക്ക വിധത്തിൽ നമ്മുടെ കുട്ടികളെ ധൈര്യമുള്ളവരാക്കി നമ്മൾ വളർത്തണം. അത് കുട്ടിയുടെ ധൈര്യം. 2, കുട്ടിക്ക് അപ്പനും അമ്മയും മറ്റുള്ളവരിലുള്ള വിശ്വാസം, എന്നെ സംരക്ഷിക്കുന്ന, എൻ്റെ പ്രൊട്ടക്റ്റീവ് കവറായിട്ടുള്ള, സപ്പോർട്ടീവ് സിസ്റ്റമായിട്ടുള്ള എൻ്റെ വീട്ടുകാർ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസം. 3, ശക്തനായ കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴിൽ ഞാൻ എളിമയോടുകൂടി നിൽക്കും, തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തുമെന്നുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ഈ 3 വിശ്വാസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എന്തുമായിക്കൊള്ള പ്രതിസന്ധികളും വന്നുകൊള്ളട്ടെ, ഇളകാത്ത ഒരു പർവ്വതം പോലെ, കാറ്റത്ത് വീഴാത്ത ഒരു മരം പോലെ, അടിയുറച്ചവരായി പാറമേൽ പണിത ഭവനം പോലെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ മരിച്ചു പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ.
അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരും കാണിയില്ല. ഇപ്പം പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞുണ്ട്, എനിക്ക് 3 മക്കളാണ്. മൂന്നാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരു സിസ്റ്റർ, ഒരു നേഴ്സല്ല, അവിടുത്തെ ഒരു ഹെൽപ്പറായിട്ടുള്ള ഒരു സിസ്റ്റർ വന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ എല്ലാ കാലവും ഈ കുഞ്ഞിനെ വേണ്ടി ജീവിച്ചിരിക്കുകയില്ല. ഈ കുട്ടിക്ക് 100 വയസ്സും 80 വയസ്സും ആകുമ്പോൾ നീ ഭൂമിയിൽ പോലും കാണുകയില്ല. 50 വയസ്സ് 60 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ മരിച്ചു പോയി. അപ്പം അന്ന് വരെയും ഈ കുഞ്ഞിൻ്റെ സംരക്ഷണം, അവൻ്റെ മരണ നിമിഷം വരെയും സംരക്ഷണം ഏർപ്പെടുത്താൻ ഒരമ്മയ്ക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. നിൻ്റെ പ്രസവവേദനയുടെ ഓരോ നിമിഷങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ 1-ാം വയസ്സിൽ അവനെ സംരക്ഷിക്കണമേ, 2-ാം വയസ്സിൽ സംരക്ഷിക്കണമേ, 3-ാം വയസ്സിൽ വരാവുന്ന എല്ലാ അപകടങ്ങളും സംരക്ഷിക്കണമേ. അങ്ങനെ പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. ഈ കുട്ടിയുടെ ആയുസിൻ്റെ അവസാന ശ്വാസം വരെയും കർത്താവേ, നിൻ്റെ ദൂതന്മാരെ അയച്ച് എൻ്റെ മകന്, എൻ്റെ മകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആ സിസ്റ്റർ പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം. ആ പ്രാർത്ഥന തീഷ്ണതയുള്ളതാണ് എങ്കിൽ അത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ തീഷ്ണമതികളാകും, വിശ്വാസമുള്ളവരായി വളരും. നമുക്ക് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ചില ജോലികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ നിമിഷം വരെയും സ്വർഗീയ പിതാവ് തിരിച്ചു വിളിക്കുന്നത് വരെയും നമ്മൾ സേഫാണ്, അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ആശ്വസിപ്പിച്ചു. ഇതാണ് വിശ്വാസം, ഇതാണ് വിശ്വാസം. എന്ത് സംഭവിച്ചാലും, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, പരാജയം വന്നാലും, പരിഹസിക്കപ്പെട്ടാലും, പ്രണയ നൈരാശ്യം വന്നാലും, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടറിയാലും, ബിസിനസ് പാർട്ട്ണർ വഞ്ചിച്ചാലും, ഭാര്യയിൽ നിന്ന് ചില പെരുമാറ്റ വൈകല്യങ്ങൾ കണ്ടാലും, ഭർത്താവിൽ ചില അവിശ്വസ്തതകൾ കണ്ടാലും, എന്ത് സംഭവിച്ചാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ സംരക്ഷിക്കും. എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളവരെയും എന്നെയും സംരക്ഷിക്കും. ഐ എം സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഓൾമൈറ്റി എന്ന വിശ്വാസം അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഓരോ പ്രശ്നം വരുമ്പോൾ, ഇടി മുഴങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് ആ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, ഒന്നും പേടിക്കേണ്ട, നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് പറയണം. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും, അഡ്മിഷൻ കിട്ടാൻ ഇപ്പോൾ ഓടി നടക്കുന്ന നേരാണ്, കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത്, തമ്പുരാൻ ആഗ്രഹിക്കുന്നിടത്ത് നിനക്ക് നൽകും. ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക. 3 കാര്യങ്ങളും പറയണം. ദൈവം എല്ലാം അറിയുന്നവനാണ്. നിൻ്റെ അന്തർഗതങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളും നിൻ്റെ കഴിവുകളും കഴിവുകേടുകളും ഞങ്ങളെക്കാൾ അറിയുന്ന ദൈവം നിനക്ക് പറ്റിയ സ്ഥലത്ത് നിന്നെ ആക്കും. നിനക്ക് ചേർന്ന ഇണയെ നിനക്ക് നൽകും. നിനക്ക് പറ്റിയ ജോലി നിനക്ക് നൽകും. അത് വിശ്വസിക്കുക, സമാധാനമായിരിക്കുക എന്ന് പറയുക. എല്ലാം അറിയുന്ന ദൈവം. നമുക്കും അങ്ങനെ തന്നെയാണ്. 2, ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നീ മണലാരണ്യത്തിൽ, നമ്മൾ ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ പോയിട്ട് പിള്ളേർ ഭയങ്കര ഡിപ്രഷൻ. എനിക്ക് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്. UK-യിലും അയർലൻഡിലും കാനഡയിലും ജർമ്മനിയിലും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചാടി അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു പാത്രം പോലും കഴുകിയിട്ടില്ലാത്തവന്മാരൊക്കെ അവിടെ ചെന്നിട്ട് എല്ലാ ജോലിയും ചെയ്താലേ അവർക്ക് പഠിക്കാനുള്ള കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ കഫേയിലും പെട്രോൾ പമ്പിലും കടകളിലും ഒക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നല്ല വിയർപ്പൊഴുക്കിയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ 40 ലക്ഷമോ 50 ലക്ഷമോ അയച്ചു കൊടുക്കാൻ കഴിവുള്ള അപ്പനും അമ്മയും ആകണം. അങ്ങനെ കൊടുത്താലും ആരും അങ്ങനെയല്ല, എല്ലാവരും സ്വന്തമായിട്ട് ജോലി ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ചില അവസരങ്ങളിൽ ഇവർക്ക് ജോലിയൊക്കെ കിട്ടാതെ വരും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, ചിലപ്പോൾ സുഹൃത്തുക്കളെ കിട്ടാതെ വരും, ചിലപ്പോൾ താമസ സ്ഥലം കിട്ടാതെ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ നിരാശപ്പെടും. ആ നിരാശയിൽ ഈ കുട്ടികൾ ഫോൺ വിളിക്കും. ആ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അവരോട് പറയണം, നിന്നെ അറിയുന്ന, എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഇവിടെ ഈ ദേവാലയത്തിൽ, നമ്മുടെ ആത്മീയ ഭവനത്തിൽ, ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിലും വിദൂര സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും മീൻ പിടിക്കാൻ പോകുമ്പോഴും എവിടെയാണെങ്കിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം. 2, എല്ലാം അറിയുന്നവനാണ്, സർവശക്തനാണ്. സർവശക്തനാണ്. ഒരു വാക്ക് അരുളി ചെയ്താൽ മതി. അവിടുത്തെ സന്നിധിയിൽ നമ്മൾ ഒരു നിമിഷം, ഒരു സെക്കൻഡ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ 3 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരുന്ന കാരുണ്യവാനായ തമ്പുരാൻ, ഹൃദയഹിതങ്ങൾ വിവേചിച്ചറിയുന്ന നമ്മുടെ ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടത് നൽകും എന്ന് നമ്മുടെ മക്കളെ മനസ്സിലാക്കുക. നമുക്കും ചില പ്രതിസന്ധികളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെയുള്ള മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ചില സ്വഭാവ തഴക്കങ്ങൾ മാറ്റാൻ ആഗ്രഹിച്ചിട്ട് മാറ്റാൻ പറ്റാത്തവരുണ്ട്. മദ്യപിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം, പിന്നെ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത മാതാപിതാക്കളുണ്ടാകാം,
പലതരത്തിൽ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് നീതി കിട്ടിയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. നിരന്തരം കുറ്റപ്പെടുത്തൽ കേട്ട് മനസ്സ് മടുക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടാകാം. എന്ത് തന്നെ സംഭവിച്ചാലും ഇതെല്ലാം കാണുന്ന എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ നാമം പ്രകാശമുള്ളതാക്കും, എൻ്റെ മക്കളെ ദൈവം ഉയർത്തും എന്ന് വിശ്വസിക്കുക. നമ്മളൊരു അനുഗ്രഹമായി മാറുമെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് നല്ല അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണും. പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയം എനിക്ക് അധികമില്ല, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ ആത്മീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ വലിയ ഉത്സാഹം നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ, ഞാനും നിങ്ങളും കാണിക്കാൻ തുടങ്ങിയാൽ, അപ്പോൾ തന്നെ ശാന്തതയുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് വരും. ഒന്നും അറിഞ്ഞുകൂടാത്ത ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, പരിശുദ്ധാത്മാ അഭിഷേകത്തിലുണ്ടായ മാറ്റങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ പിതാവായ പോളച്ചൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിരക്ഷരരായ, ദരിദ്രരായ, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാ അഭിഷേകമുണ്ടായപ്പോൾ അവർക്കുണ്ടായ രൂപാന്തരം, അവർക്കുണ്ടായ ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. നമ്മുടെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഈ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ബന്ധങ്ങൾ സന്തോഷപ്രദമാകും. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും. നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുമ്പോൾ തന്നെ ഒത്തിരി അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് വരും. ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നേടുവാനായിട്ട് വിശുദ്ധരായ ആളുകൾ 3 കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തിരുന്നു. ഒന്ന്, ബലിയർപ്പണത്തിൽ. ഞായറാഴ്ച ഞങ്ങളൊക്കെ എല്ലാ ദിവസവും തന്നെ പറ്റുമെങ്കിൽ ദേവാലയത്തിൽ പോകും. സാധിക്കുന്നത്രയും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ആത്മീയ പിതാവിനോട് ചേർന്ന് നിൽക്കുക, ആത്മീയ ശുശ്രൂഷകരോട്, സൺഡേ സ്കൂൾ അധ്യാപകരോടൊക്കെ ആദരവോടെ, സ്നേഹത്തോടെ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ ഭവനമാണിത്, ഇവിടെയാണ് നമ്മൾ ആത്മീയമായി ജനിച്ചത്, അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും ഇതാണ്. വീട്ടിൽ രാത്രി കിടന്നുറങ്ങും, പക്ഷേ അവസാന നിദ്ര ഇവിടെയാണ്. അപ്പോൾ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക, ബലി അർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കുക. 2-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കാനായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനും, പറയേണ്ടതുപോലെ പറയാനും, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാനും എന്നെയും നിങ്ങളെയും നമുക്ക് നൽകിയിരിക്കുന്ന മക്കളെയും പ്രാപ്തരാക്കും. പരിശുദ്ധാത്മാഭിഷേകത്തിനായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. എൻ്റെ വല്യപ്പൻ എന്നും ഞങ്ങളുടെ തലയിൽ കൈവച്ചിട്ട്, റൂഹാദ ഖുദ്ശാംബരാനെ എൻ്റെ കൊച്ചിനെ അനുഗ്രഹിക്കണമേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കൊച്ചു സ്കൂളിലേക്ക് പോകുമ്പോൾ, ഉറങ്ങിക്കിടക്കുമ്പോൾ, അടുക്കളയിൽ കൂടെ നടക്കുമ്പോൾ, മൊബൈൽ കണ്ടിട്ട് നിർത്താൻ പറഞ്ഞിട്ട് നിർത്താതിരിക്കുമ്പോൾ, ഒത്തിരി നേരം മൊബൈൽ കണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ തലയ്ക്ക് മന്ദം പിടിച്ചവരെ, മന്ദത ബാധിച്ചവരെ പോലെയൊക്കെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ സംസാരിക്കുക. കുട്ടിക്ക് സുബോധം ഉണ്ടാകും. കുഞ്ഞു മക്കളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. 1.5 മണിക്കൂറിൽ കൂടുതൽ ഒരു കുട്ടി തുടർച്ചയായി മൊബൈൽ കണ്ടുകൊണ്ടിരുന്നാൽ, സോഷ്യൽ മീഡിയയിൽ ആയിരുന്നാൽ, അവൻ്റെ ബ്രെയിനിൽ ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുകയും അവന് പല വിധത്തിലുള്ള മന്ദത, ബൗദ്ധികമായിട്ടുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. 2-3 ഞാൻ പറഞ്ഞു, 2 ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. 2 വയസ്സാണോ 3 വയസ്സാണോ? 3 വയസ്സെന്ന് കുട്ടികൾ. 3 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് 1/2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം അനുവദിച്ചാൽ അത് കുട്ടിക്ക് എക്സ്ട്രാ കോഗ്നിറ്റീവ് ലോഡെന്നാണ് പറയുന്നത്. എക്സ്ട്രീം കോഗ്നിറ്റീവ് ലോഡാണ്. കുട്ടിയുടെ ബുദ്ധിക്ക് താങ്ങാൻ സാധിക്കാത്ത ലോഡ് കൊടുക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയുടെ തലയിലേക്ക് 10 കിലോ ചാക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കുമോ അതാണ് കൊച്ചു കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഞാനാണല്ലോ കാത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊച്ചിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല വേണ്ടത്. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോറുണ്ണാം, ചോറ് ഈശോ തന്നതാണ്, നമുക്ക് ചോറുണ്ണാം എന്നൊക്കെ പറഞ്ഞ് കഥകൾ പറഞ്ഞു കൊടുത്ത്, പപ്പ ഇപ്പോൾ വരും, മമ്മി സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുഖത്ത് നോക്കി വാ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വേഗം സംസാരിക്കാൻ പഠിക്കും. ഇന്ന് കൂണ് പോലെ മുളയ്ക്കുന്ന സ്പീച്ച് തെറാപ്പി സെൻ്ററുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ കാരണവും നമ്മൾ കുട്ടികളോട് സംസാരിക്കാത്തതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ, ഇനി വലിയ കുട്ടികൾ നമ്മൾ അറിയേയില്ല സമയം പോകുന്നത്. വലിയ കുട്ടികൾ ഒത്തിരിയേറെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുന്നതേ ഉള്ളൂ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പാടില്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വരുന്ന
കുട്ടികളുടെ കണ്ണുനീര് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും 10-18 വയസ്സാകാതെ അറിവില്ലാതെ അപരിചിതരായ ആളുകളുമായി ഫോണിൽ, ഇൻസ്റ്റയിൽ ഒക്കെ സൗഹാർദ്ദം സ്ഥാപിക്കുന്ന കുട്ടികൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ അറിയാതെ അവർ പല കാര്യങ്ങൾക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും പലപ്പോഴും തെറ്റായ കാര്യങ്ങൾക്ക് നമ്മുടെ പേര്, നമ്മുടെ ഫേസ്, നമ്മുടെ അഡ്രസ്സ് ഒക്കെ ഉപയോഗിക്കുകയും ചിലപ്പോൾ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വീട്ടിൽ നിന്ന് അമ്മയുടെ സ്വർണ്ണമാല എടുത്തുകൊണ്ട് വരാനും അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വരാനും അത് കൊണ്ടുവരുന്ന സമയത്ത് വീഡിയോ എടുക്കാനും പിന്നെ അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങളെ സ്നേഹം ഭാവിച്ച് ആൺകുട്ടികൾക്കും ഉണ്ട് കേട്ടോ, നിങ്ങൾ ഓർക്കരുത്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് കൂടുതൽ ചുഴിയിലേക്ക്, തെറ്റിൻ്റെ ചുഴിയിലേക്ക് വലിച്ചിഴയ്ക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഓമനകളായ കുട്ടികളോട് എനിക്ക് പറയാനുണ്ട്, ചെറിയൊരു കുട്ടിയുടെ നേക്കഡായിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പൈസ മേടിച്ച് ഇങ്ങനെ പിള്ളേർ വരെയുമുണ്ട് നമ്മുടെ ഇടയിൽ. അമ്മയുടെയും അപ്പായുടെയും ബെഡ്റൂമിൽ പോലും കയറി നടക്കുന്ന ഫോട്ടോ എടുക്കാൻ എന്ന കുട്ടികൾ വരെയും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? പൈസ ഓഫറുകൾ, പല ക്രൂരമായ വലകളിൽ വീണ് നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത. ഒരു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നുറുങ്ങിയ ഹൃദയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കൊറോണ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് നമ്മൾ അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുത്ത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും വിവരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും കർശനമായി കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ മാതാപിതാക്കളുടെ പ്രസൻസിൽ മാത്രം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. തെറ്റുകൾ അറിയാതെ പറ്റിപ്പോയാൽ ഏതെങ്കിലും അപരിചിതനോ അപരിചിതയോ നിങ്ങളോട് എന്തെങ്കിലും തെറ്റായ കാര്യം ആവശ്യപ്പെട്ടാൽ മുമ്പേ പറ്റിയ പയ്യന് പറ്റിയ പോലെ പറ്റരുത്. ഫസ്റ്റ് ഗോ ടു യുവർ മദർ. അമ്മയോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ ഉണ്ടാകണം, അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മയോട് പറയുക. അമ്മയോട് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നത് അപ്പനാണെന്ന് നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമെങ്കിൽ അപ്പനോട് പറയുക. ഒരു ചേട്ടൻ കുറേ ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഒരു കുട്ടി 4ാം നിലയിൽ നിന്ന് കുളത്തിലേക്ക് ചാടി മരിച്ച കാര്യം നിങ്ങൾക്കറിയാവുന്ന പത്രത്തിലുണ്ടായിരുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ കണക്ഷൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫലമാണ്. എത്രയോ ക്രൂരമായ ഗെയിമുകൾക്കൊക്കെ നമ്മുടെ കുട്ടികൾ അടിമപ്പെടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം പോകാതിരിക്കാൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വെൽവിഷേഴ്സ്, നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളെ ഉപേക്ഷിക്കില്ലാത്ത മാതാപിതാക്കളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞോമന കുട്ടികളെ, നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നല്ലവനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക കേട്ടോ, ഒറ്റ നിമിഷം. നല്ല ദൈവമേ, ഈ പ്രഭാതത്തിലെ കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിലെ പ്രശാന്ത നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന വരങ്ങളും ദാനങ്ങളും സ്വീകരിക്കുവാൻ ഒരുങ്ങുവാനും അങ്ങ് ഒരവസരം നൽകി. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും പുറത്ത് അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. നാളെ സ്കൂളുകൾ ആരംഭിക്കുമ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ബസ്സിൽ കയറി, വാനിൽ കയറി, നടന്നും ഒക്കെ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ പല അപകട സാധ്യതകളുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിലെ ഒരു സ്കൂൾ പോലും 100% സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾക്കറിയാം. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും മധുരമുട്ടായികളിൽ മറച്ചു വെച്ചിരിക്കുന്ന മാരകമായ സാധനങ്ങൾക്കുമൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരയാകാതിരിക്കുവാൻ അവിടുത്തെ സംരക്ഷണം നൽകണമേ. നല്ല സുഹൃത്തുക്കളെ നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും അവരുടെ ആത്മീയ ആചാര്യന്മാരെയും അവരുടെ സ്കൂളിലെ അധ്യാപകരെയും അവരെ നയിക്കുന്ന അധികാരികളെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാതകളിൽ വിളക്കും വഴികളിൽ പ്രകാശവുമായി അങ്ങ് എപ്പോഴും ഉണ്ടാകണമേ. മാതാപിതാക്കളായി ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ നയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ആധുനിക ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടുന്ന് ഞങ്ങളെ എല്ലാം പഠിപ്പിക്കണമേ. എപ്പോൾ എന്തു ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയക്കുക, അപ്പോൾ സകലതും നവീകരിക്കപ്പെടും. എൻ്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധം വിശുദ്ധിയുള്ളതായി തീരട്ടെ, സമർപ്പണമുള്ളതായി തീരട്ടെ. മാതാപിതാക്കളോടുള്ള ബന്ധം സമർപ്പണമുള്ളതായി തീരട്ടെ, ക്ഷമയുള്ളതായി തീരട്ടെ, കരുണയുള്ളതായി തീരട്ടെ. ദേവാലയത്തോടുള്ള എൻ്റെ ബന്ധം ആത്മബന്ധം ദൃഢമായി തീരട്ടെ. ദൈവാരാധനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് 1-ാം സ്ഥാനം.
പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന മുടങ്ങാതെയുള്ള എൻ്റെ ജീവിതചര്യയായി മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. നിത്യം ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.